വന്നിച്ചിട്ട് അതേ എക്സാക്ട് പോയിന്റ് പറഞ്ഞ് ഷി ഗോട്ട് എ വെരി ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് ഷി വാസ് ഇൻവൈറ്റഡ് ടു ദ സ്റ്റേജ്. ഷി ഹാഡ് എ വെരി ഗുഡ് ടൈം ദർ. അപ്പോൾ അത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ, ഞാൻ ആക്ച്വലി ആ ഒരു സ്പോട്ടിൽ ഞാൻ എത്തേണ്ടതായിരുന്നു അല്ലേ. ഇഫ് ഐ ഹാഡ് എ ബിറ്റ് മോർ കോൺഫിഡൻസ്, ഇഫ് ഐ ഹാഡ് എ ബിറ്റ് മോർ, ഞാനൊരു കുറച്ചൊരു സെക്കൻഡ്സ് മുന്നേ കൈ പൊന്തിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ കുറേ പേര് മീറ്റിംഗ്സിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദറിലാണെങ്കിലും വി ഓൾ മൈറ്റ് ഹവ് ഗോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ്. ആ ഒരു ബിക്കോസ് നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, വി ആർ നോട്ട് റോബോട്ട്സ്, റൈറ്റ്? അപ്പോൾ ആൻഡ് വൈ ഇസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഇൻ ദിസ് AI ടെക്നോളജിക്കൽ എറ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വി ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല, മേ ബി വി മൈറ്റ് വർക്ക് വിത്ത് റോബോട്ട്സ്. പക്ഷേങ്കിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ വി ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ, വി വർക്കിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് ഹൂ നീഡ്സ് കോൺവെർസേഷൻ, ഹൂ ഡസ് നോട്ട് വോണ്ട് യുവർ എക്സ്പീരിയൻസും ആ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും മാത്രമല്ല വേണ്ടത്. ബിക്കോസ് എൻ്റെ കയ്യിൽ എത്തിയിട്ടുള്ള എത്രയോ സ്ട്രോങ് പ്രൊഫൈൽസ്, സ്ട്രോങ് CVs ആ ഒരു ഇൻ്റർവ്യൂ ലെവൽ പാസ്സാവാതെ പോയിട്ടുള്ളത് ഇസ് ബിക്കോസ് ഓഫ് അവരെ കോൺവെർസേഷൻ നീഡ്സ് ഇല്ലാത്ത ആ ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ടു ബി ഓണസ്റ്റ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബേസിക് ഹ്യൂമൻ നീഡ്. ഇപ്പോൾ ഒരു ഹൈജീൻ പോലെ, അല്ലെങ്കിൽ if you need food, right? We need food to eat, we need hygiene. അപ്പോൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംസാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഹാവിങ് എ കമ്മ്യൂണിക്കേഷൻ, മെയിൻറ്റെയിനിങ് ദറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വൈ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഫസ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത് തരുന്നത്. ബിക്കോസ് വെൻ യു ആർ സിറ്റിംഗ് ഫോർ ദിസ് പെർട്ടിക്കുലർ വെബിനാർ, യു മൈറ്റ് ഹാവ് എ ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനാണ് ഈ വെബിനാർ ഇരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? സോ ദിസ് ഇസ് വൈ ഐ എം സോൾവിങ് ദറ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഫോർ യു. ആൻഡ് നൗ I want you all to do a small exercise. It's not like something that you have to do with a pen and paper. If you have a pen and paper, well and good. അല്ലെങ്കിൽ മൈൻഡിലാണെന്നുണ്ടെങ്കിലും I want you to rate yourself. 5 stars ആണുള്ളത്. Rate yourself in your confidence that you have while you talk to your family and friends first. Okay, family അടുത്തും ഫ്രണ്ട്സിനും സംസാരിക്കുമ്പോൾ എത്രത്തോളം What? 110. 110 is? Family സംസാരിക്കാനുള്ള confidence. I guess your audio is on. I'm sorry. Yeah, okay. അപ്പോൾ 110 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ that's അടിപൊളി കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, ബിക്കോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അതല്ലേ, നമുക്ക് അത്രയും ഇൻഫോർമൽ ആയിട്ട് പറയാൻ സംസാരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അത് 110 ഒക്കെ നല്ലൊരു മാർക്ക് തന്നെയാണ്. എന്നാലും 5 സ്റ്റാറിൽ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി യു കുഡ് റേറ്റ് യുവർ സെൽഫ് എത്രയാണെന്നുള്ളത് നോക്കുക. ആൻഡ് ദെൻ വെൻ ഇറ്റ് കംസ് ടു കരിയർ ഇൻ എഡ്യൂക്കേഷൻ among your students, among your peers, among your colleagues, എങ്ങനെയാണ് ആ മീറ്റിംഗിൽ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാറുണ്ടോ. സോ അതിൽ ജസ്റ്റ് റേറ്റ് യുവർ സെൽഫ് ഔട്ട് ഓഫ് 5. ട്രൈ ഇറ്റ്. യാ. ആൻഡ് ദെൻ ദ തേർഡ് കംസ് ടു യുവർ സെൽഫ്. ടു യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് സംസാരിക്കുക ഞാൻ ഇതിൻ്റെ കുറേയൊക്കെ ആൻസേഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് ദറ്റ് ഐ കൻ ടേക്ക് 1 സ്റ്റാർ ഹയർ ഫ്രം വെയർ യു ഹവ് മാർക്ക്ഡ് യുവർ സെൽഫ്. ഓക്കെ, ഇൻഷാല്ലാ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വൈ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് മാർക്ക് ചെയ്തല്ലോ, യു മാർക്ക് യുവർ കോൺഫിഡൻസ് റൈറ്റ് ഹിയർ, റൈറ്റ്? അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് മാർക്ക് ചെയ്തതിൽ മേ ബി സംബഡി മൈറ്റ് ഹാവ് മാർക്ക് ലൈക്ക് ഒരു 2 സ്റ്റാർസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 3 സ്റ്റാർസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവാം, വാട്ട് എവർ. ബട്ട് ദെൻ ആ മാർക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് ആ 2ലും 3ലും നിന്ന് പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 5 ഇല്ലാത്തത്, ആ ഒരു വൈ എന്താന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ടാക്കിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സോ വിൽ ഗോ ഇൻ ടു ദ വൈ ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പറയുന്ന റീസൺ. എൻ്റെ ലാംഗ്വേജ് അത്ര പോരാ,
എനിക്ക് ഇത്രേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ലാംഗ്വേജ് ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫ്ലുവൻസി ഇല്ല. ഐ കൻ നോട്ട് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ആണെങ്കിൽ പോലും എനിക്ക് അത്ര ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സെൻറ്റൻസ് നല്ലപോലെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എൻ്റെ ലാംഗ്വേജ് നല്ലതല്ല. പിന്നെ പറയും ഐ എം വെരീഡ് വാട്ട് ഇഫ് ഇറ്റ് ഗോസ് റോങ്. ഞാൻ പറയുന്നത് എങ്ങാനും തെറ്റിപ്പോയാലോ? ഇപ്പോൾ ഒരു വെബിനാറിൽ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് എനിക്ക് പറ്റിയ തെറ്റോ അല്ലെങ്കിൽ ഞാൻ അങ്ങ് കൈ പൊന്തിച്ച് പറയേണ്ട കാര്യം ഞാൻ കരുതിയത് എന്താ ഷോ അത് തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ അത് ആൾക്കാർ എങ്ങനെയാ അത് കാണുക. സോ ആ ഒരു യു ഗെറ്റിംഗ് വെറീഡ് ഇഫ് യുവർ പെർസ്പെക്റ്റീവ് ഇഫ് യുവർ പോയിന്റ് ഇസ് റോങ്. ഓക്കെ, ഇത് ഒരു മീറ്റിംഗിൽ ഇരിക്കുകയെന്ന് കരുതിയാൽ മതി. ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യണം. ആ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ലോ ആവുന്നത്, ഇപ്പം നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ മാർക്ക് ചെയ്താൽ ആ കോൺഫിഡൻസ് ലെവൽ ലോ ആവുന്നതിൻ്റെ മേജർ 4 റീസൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തേർഡ് റീസൺ ഇസ് ഇഫ് യു മൈ ബി അഫ്രേഡ് ഇഫ് അവിടെ നിന്ന് പോയാലോ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റക്കായിട്ട് പിന്നെ പറയാനുള്ളത് ബാക്കി പുറത്തോട്ട് വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വേറൊരു ടോണിൽ അവരെടുത്താലോ, വാട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻസ് എ മിസ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആഫ്റ്റർ എന്താന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലാംഗ്വേജ് ഇസ് ഇൻ ഗുഡ്. ലാംഗ്വേജ് ഗുഡ് അല്ലെങ്കിൽ ഇപ്പം എന്താ ഉണ്ടാവുക? ലാംഗ്വേജ് ഗുഡ് അല്ലാന്നുണ്ടെങ്കിൽ ബിക്കോസ് യു ആർ കൺസേൺഡ് അബൌട്ട് വാട്ട് വിൽ അതർ പീപ്പിൾ തിങ്ക്. ലാംഗ്വേജ് ഗുഡ് അല്ലെങ്കിലോ? കാരണം അവരെന്താ കരുതാ? ഞാൻ പറയുന്നത് തെറ്റായാലോ? അപ്പം അവരെന്താ വിചാരിക്കുക? ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാലോ? അതെങ്ങനെയാ അവരെ എഫക്റ്റ് ചെയ്യുക? സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യു. യോർ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത ഈ കോൺഫിഡൻസ് ലെവലിൽ 1 സ്റ്റാറിലും 2 സ്റ്റാറിലും നിൽക്കാനുള്ള റീസൺ ഇസ് നോട്ട് യു, ബട്ട് ദെൻ പീപ്പിൾ അറൌണ്ട് യു ഹൂ മൈറ്റ് ബി ഈവൻ സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾക്ക് അറിയുക പോലും ചെയ്യാത്ത ആൾക്കാർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് ആ ഒരൊറ്റ റീസണിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. അത് ഞാൻ അത് എനിക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 95% എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ സോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രശ്നങ്ങളുടെ ഒക്കെ റൂട്ട് ഫോം പോയി നോക്കുമ്പോൾ ഇത് വരുന്നത് ഈ ഒരു ആൻസറാണ് കിട്ടുന്നത്. വാട്ട് വിൽ അതർ പീപ്പിൾ തിങ്ക് ഓഫ് മീ. ഇതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല ഒരു മെഡിസിൻ ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് നേരം ഈ അതറില്ലേ, ആ അതറായി നോക്കാം. അതായത് ഫോർ ഇൻസ്റ്റൻസ് ലെറ്റ് us ഓൾ ടേക്ക് എ പേഴ്സൺ കോൾഡ് രാകേഷ്. ഓക്കെ, അപ്പം നമ്മളൊരു വെബിനാറിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ വെബിനാർ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ആ വെബിനാറിൽ ഇതിൽ രാകേഷ് എന്ന് പറഞ്ഞ ആരും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് സോ. ജാഫർക്ക് ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ രാകേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ വെക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ വെബിനാറിൻ്റെ ഇടയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. രാകേഷ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഹാൻഡ്സ് റേസ് ചെയ്യുന്നു. ഞാൻ ഓഡിയോ ഓൺ ആയി കൊടുക്കുന്നു. രാകേഷ് തെറ്റുത്തരം പറയുന്നു. തെറ്റുത്തരം പറഞ്ഞതിൽ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിക്കുമായിരിക്കും അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആ രാകേഷിൻ്റെ തെറ്റിനെ പറ്റി ആലോചിക്കുമായിരിക്കും? അതായത് നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോ രാകേഷ് എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ ദാറ്റ് 1 സെക്കൻഡ്, റൈറ്റ്? അതായത് നിങ്ങളൊരു വെബിനാറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മീറ്റിങ്ങിൽ എന്തെങ്കിലും പറഞ്ഞത് തെറ്റിയാലും അത് അപ്പോഴത്തെ 5 സെക്കൻഡ് ആൾക്കാരുടെ ടോക്കേ ആവുന്നുള്ളൂ. അതല്ലാതെ അവർ വീട്ടിൽ പോയോ അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്. പീപ്പിൾ ദേ നോട്ട് ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു. നമ്മൾ മെയിൻ ക്യാരക്ടർ ആണെന്നുള്ളത് കൊടുക്കുന്നത് കൊണ്ടാണ് എല്ലാവരും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മൾ കൺസേൺഡ് ആവുന്നത്. ബിക്കോസ് വി ആർ നോട്ട് ദ മെയിൻ ക്യാരക്ടർ ഇൻ എവറി വൺസ് ലൈഫ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഷ്ടപ്പാട്, അവരുടേതായിട്ടുള്ള ജീവിതം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ചിരിക്കാൻ മാത്രമുള്ള ഫ്രീ ടൈമൊന്നും അവർക്കില്ല. അപ്പോൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ബാക്കിയുള്ളവരെ പറ്റി അത്രയും ചിന്തിക്കാറുണ്ടോ? അതായത് അവരുടെ മിസ്റ്റേക്സിനെ പറ്റി പിന്നെയും പിന്നെയും ആലോചിച്ച് ചിരിക്കാറുണ്ടോ? വി വോണ്ട് ഡു ദാറ്റ്, റൈറ്റ്? അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കുക, അതായത് നിങ്ങളെപ്പറ്റിയും ബാക്കിയുള്ളവർ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അതല്ലാതെ നിങ്ങളെപ്പറ്റി ഫുൾ ടൈം ആരും ആലോചിച്ചിരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൈ പൊതിച്ച് തെറ്റുത്തരം പറഞ്ഞത് ഇന്ന് ആർക്കും ഓർമ്മയില്ല. പക്ഷെ ആ ഒരു മെമ്മറി നിങ്ങളെ മനസ്സിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഇന്നും നിങ്ങൾക്ക് കൈപൊന്തിക്കാൻ ധൈര്യപ്പെടാത്തത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ റൂട്ട് കോസ് ഓഫ് എവ്രിതിങ്. ആ റൂട്ട് കോസ് മാറ്റിയെടുക്കാനുള്ള ഒരു സ്മോൾ മെഡിസിനൽ സ്റ്റോറിയാണ് ഞാനിപ്പോൾ തന്നത്. പക്ഷേ ഈവൻ ഇഫ് ഞാനിപ്പോൾ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും I'm sure that many of you might still have the real fear of public speaking. കാരണം ഇതിലിപ്പോൾ നമുക്ക് ടെഡ് ടോക്സിൻ്റെ ഓതറായിട്ടുള്ള ക്രിസ് ആൻഡേഴ്സൺ വരെ പറഞ്ഞിട്ടുണ്ട്, ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഇസ് ഇൻ ദ ഫിയർ ഓഫ് സ്പീക്കിംഗ്, ഇസ് ദ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ്. വേറൊരാൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെ, വേറെ ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ആൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേടിക്കുന്നത്. അതിൽ
ആ ഒരു ഫ്യൂ സെക്കൻഡ്സിന് വേണ്ടി നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളെ കറേജും നമ്മളെ കോൺഫിഡൻസും നമ്മളെ ഗ്രോത്തും ആണ്. ഇറ്റ് കുഡ് ഹാവ് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഞാൻ അന്ന് മെൻഷൻ ചെയ്ത ആ ഓദർ വാസ് ശശി തരൂർ. ഓക്കെ, അപ്പോൾ ആ ശശി തരൂരിൻ്റെ സ്റ്റേജിലൊക്കെ എനിക്ക് എത്താൻ പറ്റുമായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. സോ അവിടെ ഞാൻ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തത് വാസ് മൈ ഗ്രോത്ത്. റൈറ്റ്. അപ്പോൾ ഞാൻ ആ ഒരു ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ചിലപ്പോൾ ആ സ്റ്റേജിൽ ഉണ്ടാവേണ്ടത് ഞാനായിരുന്നു. പക്ഷെ ഐ കുഡ് നോട്ട് ബി ദയർ ബിക്കോസ് ഐ ഐ കോംപ്രമൈസ്ഡ് മൈ കറേജ്, മൈ ഗ്രോത്ത്, മൈ കോൺഫിഡൻസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഓഫ് തിങ്കിങ് വാട്ട് അതേഴ്സ് വിൽ തിങ്ക് ഇഫ് ഐ ഗോ റോങ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണത്. ഞാൻ ഇപ്പോൾ അവർക്കൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ സോ വാട്ട് ഐ വാണ്ടഡ് ടു സേ ഇസ് ദാറ്റ് ആ ഒരു തോട്ടിന്, അതായത് വാട്ട് വിൽ അതേഴ്സ് തിങ്ക് ഓഫ് മീ എന്നുള്ളൊരു തോട്ടിന് നെവർ കോംപ്രമൈസ് യുവർ കറേജ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ഗ്രോത്ത്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദേ മൈ ബി എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഹു എ ക്രിഞ്ച് വെൻ ദേ സ്റ്റാർട്ടഡ് ഔട്ട്. ഒരുപാട് ഹേറ്റ് കോമെൻറ്റ്സ് കാര്യങ്ങൾ. എനിക്ക് ഒരു US-ൽ നിന്നുള്ളൊരു ഒരു അമ്മ ഉണ്ട്, ഒരു മോം, ഒരു ലവ്ലി പേഴ്സൺ. ഷീ വാസ് റിസീവിങ് എ ലോട്ട് ഓഫ് ഹേറ്റ് ഫോർ ഹർ ഫാഷൻ റിവ്യൂസ്, വീഡിയോസ് കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ ഷീസ് ബീങ് വെരി മച്ച് ലവ്ഡ്, ഷീസ് ബീങ് സീൻ ആസ് ദ മോട്ടിവേഷണൽ മോം. ആ മോംസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആ രീതിയിൽ. അപ്പോൾ പീപ്പിൾ ചേഞ്ച് മൈ ഡിയർ. അവരുടെ ഒപ്പീനിയൻസ് ചേഞ്ച്, അവർ പറയുന്നത് ചേഞ്ച്, നമ്മളും മാറ്റി. നമ്മളിപ്പോൾ ഇന്ന് ഒരാൾ വെടക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അയാൾ വെടക്കാണ്, നാളെ അയാൾ പറ്റിയിട്ട് നല്ലൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അയാൾ നല്ലൊരാളാണ്. സോ അത്രയേ ഉള്ളൂ. നമ്മൾ വേറൊരാളെ പറ്റി ആലോചിക്കുന്നത് എപ്പോഴും നമ്മളെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വി നോ അവർ സെൽസ് ബെറ്റർ, റൈറ്റ്? അപ്പോൾ once you overcome that fear, the world will become your stage to perform, fail, try again and win. കാരണം പിന്നെ നമ്മൾ ഫെയിൽ ചെയ്യുന്നതും ട്രൈ അഗെയിൻ ചെയ്യുന്നതും ഒന്നും നമ്മൾ പേടിക്കില്ല. ബിക്കോസ് വി ഡോണ്ട് കൺസിഡർ വി ഡോണ്ട് മൈൻഡ് വാട്ട് അതേഴ്സ് ടോക്ക് അബൌട്ട് അസ്. ഇപ്പം ഞാൻ തന്നത് മൊത്തം ഒരു മോട്ടിവേഷണൽ പെപ്ടോക്കാണ്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ ഓക്കെ ഇതൊക്കെ ശരിയാണ്, പക്ഷെ എന്ത് ഇതിൽ ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. ഇത് ഈ പറയുന്നതിലൂടെ എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറുന്നുണ്ട്, പക്ഷെ വാട്ട് ആർ ദ ആക്ഷനബിൾ സ്റ്റെപ്സ് ദാറ്റ് ഐ ക്യാൻ ടേക്ക്. അപ്പോൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈ ഒരു വാട്ട് വിൽ അതേഴ്സ് തിങ്ക് എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടായിരിക്കും അതിനെ നമ്മൾ ഇത്രയും എന്തൊരു ഇമോഷനാണ് അതിൽ വരുന്നത്? നമ്മൾ വാട്ട് വിൽ അതേഴ്സ് തിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ബാക്ക് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ബാക്കിലോട്ട് വലിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് മേക്സ് us ആങ്ഷ്യസ്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്ഷ്യസ് ആവുക ചെയ്യുന്നത്. അവരെന്നെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും അവരുടെ മൈൻഡിൽ കയറിയിട്ട് എന്താ അവരെന്നെ പറ്റി ആലോചിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം അറിയാൻ പറ്റും, പക്ഷെ വേറൊരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐ വുഡ് സേ ദാറ്റ് ആങ്സൈറ്റി ഇസ് ആക്ച്വലി ദ ബേസിക് എല്ലാ കാര്യത്തിനുള്ള നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഈ ആങ്ഷ്യസ് ആവുന്നതിനാണ് പിന്നെ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നത്. വൺ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. കാരണം അത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ യു ഗോ ബബ്ബ ബ്ലാങ്ക് ആവും, അതേപോലെ വേർക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ബിക്കോസ് യുവർ സ്ട്രെസ് ഹോർമോൺസ് ആർ വർക്കിംഗ്. അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ളൊരു പ്രൂഫും കൂടിയാണ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്ച്വലി ടാർഗറ്റ് ദാറ്റ് ആങ്സൈറ്റി. ആൻഡ് ആസ് വി ഹാവ് ബ്രെയിൻ ബ്രൗൺ സേയിങ് ക്ലാരിറ്റി ഇസ് ദി ആൻറ്റിഡോട്ട് ടു ആങ്സൈറ്റി. അപ്പം ആങ്സൈറ്റി നമുക്കിപ്പോൾ നമ്മൾ വൈ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് പറഞ്ഞു. കോൺഫിഡൻസ് ഇല്ലാത്തത് ഇസ് ബിക്കോസ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് എന്നുള്ളൊരു തോട്ട്സ് നമ്മുടെ മൈൻഡിലുള്ളതുകൊണ്ടാണ്. ഈ തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നത്? ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ആങ്ഷ്യസ്. നമ്മൾ ആ ഒരു പേടി നമ്മളെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ്. ഈ ആങ്സൈറ്റീനെ കളയാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ക്ലാരിറ്റി, ഇസ് ബീങ് ക്ലിയർ അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു സ്പീക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസെർച്ച് ടെസ്റ്റ് വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് വന്ന സ്റ്റുഡൻസിനെയും പ്രിപ്പയർഡ് ആവാതെ ഹലോ, യാ, ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഞാൻ എവിടെ നിർത്തിയെന്ന് മറന്നുപോയി.
ക്ലാരിറ്റി, യെസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ റീസേർച്ച്. അപ്പോൾ ഒരു റീസേർച്ച് നടന്നതിൽ പഠിച്ച് എക്സാം എഴുതാൻ വന്ന കുട്ടികളെയും പഠിക്കാതെ എക്സാം എഴുതാൻ വന്ന കുട്ടികളെയും തമ്മിലുള്ള റീസേർച്ചാണ് നടന്നത്. ഓക്കെ, അവരുടെ ഇമോഷൻസിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയത്. അപ്പോൾ ഈ പഠിക്കാതെ പ്രിപ്പയർഡ് അല്ലാതെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാഡ് ദിസ് കൈൻഡ് ഓഫ് എ സ്മോൾ ഷിവറിങ്. അവരുടെ കയ്യിൽ ചെറിയൊരു ഷിവറിങ് ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വേർക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ഇമോഷൻസിൽ ആ ഒരു പേടി, ആ ഒരു ഗോയിങ് ബ്ലാങ്ക്, അങ്ങനെ കുറേ, പിന്നെ എഴുതാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ ആ ഒരു ടെസ്റ്റിൽ കണ്ടത്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് a clarity on what they're going to do. They were feeling nervous. നമ്മൾ കൂടുതൽ ഒരു കാര്യത്തെ പറ്റി ക്ലിയർ ആവുമ്പോൾ നമ്മളെ നെർവസ്നെസ് നോർമലി കുറയുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ ഓക്കെ, ഞാൻ എഴുതേണ്ടത് ഇതാണ്, ഇതൊക്കെയാണ് ഞാനിവിടെ എഴുതേണ്ടതെന്ന് അറിയെങ്കിൽ ആ കുട്ടി പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ഇതൊക്കെയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സംസാരിക്കുന്നതിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ക്ലാരിറ്റി കംസ് വിത്ത് പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലാതെ ഒരു ക്ലാരിറ്റിയും വരില്ല. ഇതിപ്പോൾ എനിക്കിവിടെ വേറൊരു ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് വിൽ ഗോ വിത്ത് എ സിമ്പിൾ ആക്ടിവിറ്റി ഫസ്റ്റ്. നിങ്ങൾ ഒരു കാര്യം ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ചെയ്തൊരു കാര്യത്തിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ നോർമലി ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒന്ന് ആലോചിക്കുക. അതായത് ഫസ്റ്റ് ടൈം, ഈവൻ ഒരു നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബ്രഷ് പിടിക്കുന്ന നോക്കുന്ന ആലോചിച്ചാൽ ഒരു കയ്യിൽ നിന്ന് ബ്രഷ് വീണ് ഇന്ന് നമ്മൾ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നതന്നെ ഇല്ല. ഇറ്റ്സ് ലൈക്ക് ആൻ ഓട്ടോ പൈലറ്റ് ആക്ഷൻ അല്ലേ? അതേപോലെ ദ ഫസ്റ്റ് കോഫി ദറ്റ് യു മെയ്ഡ്, ദ ഫസ്റ്റ് ടൈപ്പിംഗ്, ആ ഒരു ടൈപ്പിങ്ങിൻ്റെ ഒരു ഫുൾ പേജ് ടൈപ്പ് ചെയ്തത്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ യു മൈറ്റ് ബി നോട്ട് ഈവൻ ലുക്കിംഗ് ഓൺ ടു യുവർ കീബോർഡ് ബിക്കോസ് യുവർ ബ്രെയിൻ നോസ് വാട്ട് ഇസ് വെയർ, ഏത് ലെറ്ററാണ് എവിടെ ഉള്ളത്. അപ്പോൾ യു ആർ ഗോയിങ് ഓൺ ഓട്ടോ പൈലറ്റ് മോഡ്. അല്ലാന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ആർട്ട് വർക്ക് യു മെയ്ഡ്, ദ ഫസ്റ്റ് ഒറിഗമി യു മെയ്ഡ്, ഇതൊക്കെ ഡിസാസ്റ്റർ ആയിരിക്കാം. പക്ഷെ വിത്ത് പ്രാക്ടീസ് കംസ് ക്ലാരിറ്റി. വിത്ത് ക്ലാരിറ്റി ആണ് നമ്മളെ സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നത്. കാരണം ഒരു 10 പ്രാവശ്യം ഉണ്ടാക്കിയ കോഫി പിന്നെയും ഉണ്ടാക്കാൻ ഒരാൾക്ക് മടിയുണ്ടാവില്ല. പക്ഷെ ആദ്യമായിട്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരും സ്ട്രെസ് ഹോർമോൺസ്, ബിക്കോസ് അത് ബ്രെയിനിന് പ്രാക്ടീസ് ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇത് ഞാൻ എൻ്റെ എല്ലാ വെബിനാറിലും വെക്കുന്ന ഒരു സ്ലൈഡാണ് കേട്ടോ. ഇറ്റ്സ് ബിക്കോസ് ഐ വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് ഹൗ ഹെൽപ്ലെസ് AI can be till now, how helpless AI can be when it comes to direct human to human communication. ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ, ഏത് ജെമിനായി, ഏത് AI ആണെങ്കിലും ഇറ്റ് കെൻ ടെൽ യു, ഇറ്റ് കെൻ റൈറ്റ് ഫോർ യു അല്ലെ, ഇറ്റ് കെൻ ഡ്രോ ഫോർ യു, ഇറ്റ് കെൻ ക്രിയേറ്റ് ഫോർ യു, ഇറ്റ് കെൻ കോഡ് ഫോർ യു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറ്റ് കെൻ ഡൂ ദറ്റ് ഫോർ യു. ബട്ട് ദെൻ ഇറ്റ് കെൻ നോട്ട് കം ആൻഡ് സ്പീക്ക് ഫോർ യു ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഇൻ്റർവ്യൂ ബോർഡ്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുക, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല. യു വിൽ ഹാവ് ടു ഡു ദ ടോക്കിംഗ് പാർട്ട്. നിങ്ങൾക്ക് ടോക്ക് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് മൊത്തം ചാറ്റ് ജി പി ടി തരും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ, ആ സ്ക്രിപ്റ്റെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ അവിടെ പോയി സംസാരിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ, ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ till now AI has been helpless, and in the future I don't know what all things are going to come. It's going crazy a bit with the AI revolution and all. പക്ഷെങ്കിൽ ഐ തിങ്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ സ്കൂൾസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത്. പണ്ട് സ്റ്റെമ്മിനായിരുന്നു ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഹ്യൂമാനിറ്റീസിനാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്. ടു ബി ഓണസ്റ്റ്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ മാർക്കില്ലാത്ത കുട്ടികൾ എടുക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു, നാട്ടിൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ UAE ബോർഡ് ആണെങ്കിലും മിനിസ്ട്രി ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു സെഷൻ വെച്ചതിൽ, ടീച്ചേഴ്സിന് സെഷൻ വെച്ചതിൽ ദേ വർ ടോക്കിംഗ് അബൌട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ഇസ്. കാരണം നമ്മളെ കുട്ടികൾ ദേ വെൻ ത്രൂ ദ കോവിഡ് അല്ലെ, നമ്മളും വെൻ ത്രൂ ദ കോവിഡ്. ആ കോവിഡിൽ അവരനുഭവിച്ചത് വാസ് എ ഭയങ്കര ഏലിനേഷൻ ആയിരുന്നു. ആ ഏലിനേഷൻ കഴിഞ്ഞ പാടെയാണ് ഈ AI റെവല്യൂഷൻ വരുന്നത്. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ AI ആണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്, ചാറ്റ് ജി പി ടി ആണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്, ചാറ്റ് ജി പി ടിയോടാണ് അവരെല്ലാം സംസാരിക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വരുമ്പോഴെങ്കിലും കുട്ടികളടുത്ത് 8 മണിക്കൂർ നമ്മൾ ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ ഹ്യൂമാനിറ്റീസ്, ഇപ്പോൾ ഒരു ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് സ്നേഹം എന്താണെന്നോ, കണക്ഷൻ എന്താണെന്നോ, മാതാപിതാക്കളോടുള്ള സ്നേഹം എന്താണെന്നോ, റെസ്പോൺസിബിലിറ്റി എന്താണെന്നോ, അല്ലെങ്കിൽ ഒരു ഗുഡ് മാനേഴ്സ്, ബാഡ് മാനേഴ്സ്, ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസിന് ഇപ്പം ഭയങ്കര എഡ്യൂക്കേഷൻ സെക്ടറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. സോ what I was talking about is that ആ ഒരു കാര്യത്തിൽ, ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനിൽ AI is a bit helpless. അപ്പോൾ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് മനസ്സിലായി?
പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മിക്ക ഇതിലും പറയുന്നതാണ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ വരുള്ളൂ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ബട്ട് ദെൻ ഐ വിൽ ഓൾസോ ടെൽ യു ഹൗ ടു പ്രാക്ടീസ്. കാരണം നമ്മൾ വൈ പറഞ്ഞു, വൈ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളതിലോട്ട് കിടക്കാം. ദാറ്റ് ഇസ് ഹൗ ഷുഡ് യു പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. ബട്ട് ദെൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം പ്രാക്ടീസ് ചെയ്യാണ്ട് നടക്കൂല, അതാണ് ഫസ്റ്റ് കാര്യം കേട്ടോ. ബിക്കോസ് യു നോ ദാറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ കേക്കിൽ നിന്നും ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾക്ക് അറിയാം പ്രാക്ടീസ് എന്നുള്ള സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെ? ആദ്യം ഉണ്ടാക്കിയ കോഫി അല്ല ഇപ്പോഴത്തെ കോഫി, ആദ്യം ടൈപ്പ് ചെയ്ത സ്പീഡ് അല്ല ഇപ്പൊ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ്. സോ പ്രാക്ടീസ് ഇസ് വർക്കിംഗ് ഫോർ യു. എന്നിട്ടും 5 minutes ഹാക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് ചാട്ടം. ബട്ട് ദെൻ you should understand that even if it's take more than even if practice takes more than 5 minutes, it is much more useful for you and യു ക്യാൻ ഡു ഇറ്റ് ബൈ യോർ സെൽഫ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ ഹാക്സ്, ടിപ്സ്, ട്രിക്സ് ഇതൊക്കെ നിങ്ങളൊരു കൺസ്യൂമർ ആക്കി മാറ്റുക ചെയ്യുന്നത്. നിങ്ങൾ ഓരോ റീൽ എടുക്കുമ്പോഴും ഓക്കെ 5 ways in which you can do this, 3 ways in you can communicate, 5 ways in which you can improve your accent, അതൊക്കെ നിങ്ങളൊരു കൺസ്യൂമർ റീൽസ് അവരെല്ലാം കൺസ്യൂം ചെയ്യാണ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനൊക്കെ കൺസ്യൂം ചെയ്ത് അവരെ ബ്രെയിനിന് ഓവർലോഡ് ചെയ്യുന്നതിനാണ് ബ്രെയിൻ ഫോഗ് എന്നും ബ്രെയിൻ റോട്ട് എന്നും പറയുന്നത്. കാരണം അവരെ ബ്രെയിൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ദേ പ്രൊഡ്യൂസിങ്, ദേ എഡിറ്റിംഗ്, ദേ ഡൂയിങ് സംതിങ്. നമ്മളത് കൺസ്യൂം ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. റീൽ ആൻഡ് ഇഫ് യു പ്രൊഡ്യൂസ് എ കാലിഗ്രഫി, അവിടെ നിങ്ങളുടെ ബ്രെയിനിന് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ വെൻ യു കൺസ്യൂം 99% happening for you, nothing good happening for you. So I would say ഈ 5-minute ഹാക്സും 5 ഹാക്സും 3 ഹാക്സും 3 ടിപ്സും ഇത് കൺസ്യൂം ചെയ്യുന്നതിന് പകരം യു നോ ദാറ്റ് പ്രാക്ടീസ് ഇസ് എ വർക്കിംഗ് ഹാക്ക്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. വിച്ച് എവർ സ്കിൽ യു വർക്ക് ഓൺ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സെഷൻ ആണ്. ദാറ്റ്സ് വൈ ഐ എം ടോക്കിംഗ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഇഫ് യു വോണ്ട് ടു ഡെവലപ്പ് യുവർ കാലിഗ്രഫി സ്കിൽസ്, പ്രാക്ടീസ് യുവർ കാലിഗ്രഫി. അതിൽ 5-minute ഹാക്സ് നോക്കണ്ട, ഇനി പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു 10 minutes ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ 1 month നല്ല ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ദെൻ ഇറ്റ്സ് സ്ലോ. അതുകൊണ്ടാണ് ആൾക്കാർ ഹാക്സിന്റെ പിന്നാലെ പോകുന്നത് ആൻഡ് ട്രിക്സിന്റെ പിന്നാലെ പോകുന്നത്. സോ I would say it is huge time that we apply some of the things that we know, some of the hacks that we know, and we practice, because we have to become producers കുറച്ചെങ്കിലും, ഒരു 50-50 എങ്കിലും. If you're consuming 50, produce 50. Yeah. So yes. അപ്പോൾ ഇനി ഹൗ ടു പ്രാക്ടീസിലോട്ട് കിടക്കാം. ഹൗ ടു പ്രാക്ടീസിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ ഈ ഒരു സെഷൻ ഭയങ്കര ലോങ് ആക്കിയിട്ട് 45 minutes എത്തണം അങ്ങനത്തെ ഒരു ടാർഗറ്റിലല്ല കേട്ടോ പോകുന്നത്. സോ ഇറ്റ്സ് ഷോർട്ട് ബട്ട് ദെൻ ഐ ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ. നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഒരു 5-star റേറ്റിംഗ് സ്കെയിലിൽ നമുക്ക് ഒരു സ്റ്റാറെങ്കിലും ഫ്രണ്ടിലോട്ട് ചാടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ആഫ്റ്റർ ദിസ് ഹൗ. ഓക്കെ, അപ്പോൾ ഹൗവില് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കിങ്ങിന്റെ കാര്യത്തിലാണ് നമ്മളിവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ എപ്പോഴും സ്പീക്ക് വിത്ത് ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് സെന്റൻസസ്. ട്രൈ ടു സ്പീക്ക് വിത്ത് ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് സെന്റൻസസ്. കാരണം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഥ പറയില്ല. അതായത് എൻ്റെ കാൻഡിഡേറ്റ്സിലൊരു എനിക്ക് ഒരു എന്തായാലും അബവ് ഒരു 60% ആൾക്കാരുടെ അടുത്ത് ഫസ്റ്റ് ഈ മോക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ഫസ്റ്റ് ആ മോക്ക് ഇന്റർവ്യൂ നടത്തും ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ സ്കിൽസ് ആർ റൈറ്റ് നൗ ആൻഡ് ദെൻ വി വർക്ക് ഓൺ ഇറ്റ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ മോക്ക് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആയിരിക്കും. വെൻ ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ പാട്ട്, കഥ, വെരി ലോങ് എസ്സേസ് ഒക്കെയാണ് ഞാൻ കേൾക്കുക. അതായത് എൻ്റെ പേര് ഇതാണ്, എൻ്റെ ഫാമിലി പേര് ഇതാണ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, നിർത്തൂല. അതായത് ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ഫുൾ ഫോം പോയട്രി പോകുന്ന പോലെ ഉണ്ടാവും. ദാറ്റ് ഈസ് ബിക്കോസ് ഐ വുഡ് സേ ഇപ്പോൾ കുറേ പേർക്ക് അത് അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഡോണ്ട് നോ വേർ ടു സ്റ്റോപ്പ് ഓർ ഷുഡ് ദേ ഈവൻ സ്റ്റോപ്പ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അർജുൻ എന്നാണ് കരുതുക. എൻ്റെ പേര് അർജുനാണ്, എൻ്റെ ഫാമിലി നെയിം, എൻ്റെ അച്ഛൻ്റെ പേര് വൈശാഖാണ്, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്, ആലപ്പുഴയിൽ ചെറിയൊരു ഗ്രാമ സ്കൂളിലാണ് പഠിച്ചത്. ഇങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരാളടുത്ത് ഒരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് ചോദിച്ചതിന് അർജുൻ ഇങ്ങനെയൊക്കെയാണ് മറുപടി തരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മറ്റേ ഏതൊരു ഫിലിമിൽ പറഞ്ഞ പോലെ അർജുൻ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഒരു പേര് പറഞ്ഞു പോകുന്നുണ്ടല്ലോ, 3 Kings ആണെന്ന് തോന്നുന്നു, അതേപോലെ ഉണ്ടാവും.
because that is not the way how you introduce yourself to a person. You should be short and direct. അതിന് പകരം ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ആയത് ടെൽ മീ യോർ സെൽഫിൽ എന്നൊരു എസ്സേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇംപ്രഷൻ. Yeah, because especially in an interview, you should give them a space to ask questions. കാരണം ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ അല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ ഹാപ്പനിങ്. അഗൈൻ അവിടെ നടക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ്, റൈറ്റ്? അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഭയങ്കരമായിട്ട് ലോങ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ ഇന്റർവ്യൂവേഴ്സിനെയും കൂടെ ബോർ ചെയ്യിപ്പിക്കുന്ന രീതിയാവും. അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ, അവിടെ പോകും. ഞാൻ എപ്പോഴും പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫിന് ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാക്കുക. പേര്, പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, യുവർ 3 അച്ചീവ്മെന്റ്സ്. ഡൺ ആൻഡ് ഡസ്റ്റഡ്. അത്ര മതി. പിന്നെ അവർ ചോദിക്കും അപ്പോൾ ആ 3 അച്ചീവ്മെന്റ്സ്, ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഒരു ഇന്റർവ്യൂക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പേയ്മെന്റ് അച്ചീവ്മെന്റ് ഓക്കെ, ഞാൻ സെൽറ്റ സർട്ടിഫൈഡ് ആണ്, അതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഓ സെൽറ്റ സർട്ടിഫൈഡ് ആണോ, എവിടുന്നാണ് ചെയ്തത്? അല്ലാതെ ഞാൻ ആദ്യം തന്നെ ഞാൻ സെലക്ട് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് എന്നാണ്, അവിടെ ഇങ്ങനെയാണ് ചെയ്തത്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. യു ഷുഡ് ഗിവ് ദം എ സ്പേസ് ടു ആസ്ക് ദം ക്വസ്റ്റ്യൻസ്. ലെറ്റ് ഇറ്റ് ബി, ഇപ്പോൾ ഇന്റർവ്യൂവിൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ തന്നതാണ്. അതല്ലാതെ ലെറ്റ് ഇറ്റ് ബി എനി കമ്മ്യൂണിക്കേഷൻ ദറ്റ് യു ആർ ഹാവിംഗ് വിത്ത് എ പേഴ്സൺ, ഗിവ് ദി അതർ പേഴ്സൺ സം ടൈം ടു ആസ്ക് യു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കീപ് യുവർ ആൻസേഴ്സ് ഷോർട്ട് ആൻഡ് ഡയറക്റ്റ്. അല്ലാതെ എസ് എ പോലെ പോയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ബോർ ചെയ്യിപ്പിക്കരുത്. ആൻഡ് ഷോർട്ട് സെന്റൻസ്, ഡയറക്റ്റ് സെന്റൻസ് ആകുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, യു ഗെറ്റ് മോർ ക്ലാരിറ്റി. മറ്റേത് ലോങ് സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ നിൽക്കുമ്പോൾ ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, ആദ്യം ഇത് പറയണോ പിന്നെ ഇത് പറയണോ? പക്ഷേ ഇഫ് യു ഹാവ് എ ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് സെന്റൻസ്, ദാറ്റ് ഗിവ്സ് യു മോർ ക്ലാരിറ്റി, ദാറ്റ് ഗിവ്സ് യു മോർ കോൺഫിഡൻസ്, റൈറ്റ്? ഇതെല്ലാം ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ആൻഡ് നൗ ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് സെന്റൻസ് is one thing that you should practice. അത് എഴുതി അത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിലോട്ട് നമ്മളിപ്പോൾ വരും. ഓക്കെ, നൗ ദ പവർ ഓഫ് ത്രീ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂൾ, പക്ഷെ ഭയങ്കര അവൻ്റെ ഓവർലുക്ക് ചെയ്യപ്പെടുന്ന ഒരു റൂളാണ്. അതായത് നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോഴും 3യിൽ നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. കാരണം നമ്മൾ ഹ്യൂമൻ അറ്റൻഷൻ വെച്ചിട്ട് ഈ 3 എന്ന് പറയുന്ന കൗണ്ടിന് കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. ദിസ് ആൻഡ് ദിസ് എന്നാ പറയാ, അല്ല ദിസ് ആൻഡ് ദാറ്റ് എന്നാ പറയാ, അല്ല ദിസ് അങ്ങനെ പറയുന്നതിനേക്കാളും, ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഗെറ്റ് അവേ പ്ലാൻ ചെയ്യാന്ന് കരുതുക, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവാന്ന് പ്ലാൻ ചെയ്യാന്ന് കരുതുക. അപ്പോൾ ഈ ഗെറ്റ് അവേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സം ഓഫ് യുവർ ഏതെങ്കിലും ഒരു കൊലീഗ് മെൻഷൻഡ് എ പ്ലേസ്. ഓക്കെ, ഇപ്പോൾ മുംബൈയോ ഏതെങ്കിലും ഒരു പ്ലേസ് മെൻഷൻ ചെയ്തു. അപ്പോൾ യു വാണ്ട് സേ ദാറ്റ് ആ പ്ലേസ് വേണ്ട. ആ പ്ലേസ് വേണ്ട എന്ന് പറയുന്നതിന് ഒരു 3 കാരണം കണ്ടുപിടിക്കാം. 3 കാരണം എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ ഇൻസ്റ്റൻസ് ദാറ്റ് പ്ലേസ് ഇസ് വെരി മച്ച്, അത് ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും. ട്രാഫിക് ഉള്ളത് കൊണ്ട് നമുക്ക് സമയം അവിടെ നല്ലോണം പോകും. മതി. 3 റീസൺസ്, 3 എക്സാമ്പിൾസ്. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഹോബീസ് ആയിട്ട് വരുന്നത്. ഓ മൈ ഗോഡ്, ഇത് ചോദിക്കുന്ന സമയത്ത് ചിലർക്ക് എല്ലാ സ്കില്ലും ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ എന്ത് പറയും? ഐ ലവ് കോഡിങ്, ഐ ലവ് റീഡിങ്, ഞാൻ അത് ചെയ്യും, ഞാൻ റൈറ്റ് ചെയ്യും, ഞാൻ ഡ്രോ ചെയ്യും. That actually is a very long and bore sentence to actually give your interviewers. If you can stop in 3, for instance, I love coding, drawing, and I read a lot. മതി, സ്വീറ്റ് ആയി. ബിക്കോസ് 3 എന്ന് പറയുന്നതിന് നമ്മുടെ ബ്രെയിനിൽ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ 3യിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തെന്ന് കരുതിക്കോ, സ്വിമ്മിങ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചൊന്ന് ഫോഗി ആവും. ഓക്കെ, ആദ്യം എന്താ പറഞ്ഞത്, കോഡിംഗ് ആണോ അതോ ഡ്രോയിങ് ആണോ, അങ്ങനെയാവും. പക്ഷെ 3 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ ഉണ്ടാവും. ബിക്കോസ് 3 കാര്യങ്ങൾ, അതൊരു ദാറ്റ് ഇസ് ആക്ച്വലി എ ലാംഗ്വേജ് ട്രിക്ക്. Okay. So the power of 3, yes, short and direct sentences, the power of 3. Now, PREP. PREP, point, reason, example, point. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് നമുക്ക് നേരത്തെ സിറ്റുവേഷൻ എടുക്കാം. യു ആർ പ്ലാനിങ് എ ഗെറ്റ് അവേ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ യുവർ കൊളീഗ്സ്, യു പ്ലാനിങ് എ പ്ലേസ് ടു ഗോ. ആ പ്ലേസ് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഡിസൈഡ് ചെയ്തു, എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ദേ മെൻഷൻഡ് മുംബൈ ഓർ സം അതർ പ്ലേസ്. ആൻഡ് എനിക്ക് മുംബൈ വരുന്നത് ട്രാഫിക് നിലയ്ക്കുമ്പോൾ മുംബൈ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് യു എ തന്നെ എടുക്കാം, നല്ല ട്രാഫിക് അല്ലേ. അപ്പോൾ യു എയിൽ ഏതെങ്കിലും ഒരു ബീച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്ക് പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പാർക്ക് പ്ലാൻ ചെയ്ത സമയത്ത് യു വാണ്ട് സേ സംതിങ്
ബട്ട് ദെൻ യു ഡോണ്ട് നോ ഹൗ ടു സ്ട്രക്ചർ ഇറ്റ്. നിങ്ങൾക്ക് അവിടെ ഭയങ്കര ട്രാഫിക് ആണെന്ന് പറയണം, പക്ഷെ അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കൊളീഗ്സ് ആണെന്ന് കരുതുക, അപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഭയങ്കര ട്രാഫിക് ആണ്. പക്ഷെ കൊളീഗ്സ് ആണ്, ഒരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് കരുതി മീറ്റിംഗിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ പോയിന്റ് ആണ് PREP, അഥവാ പോയിന്റ്, റീസൺ, എക്സാമ്പിൾ. പിന്നെ ലാസ്റ്റ് പോയിന്റ് അതൊരു ഓപ്ഷണൽ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ ഇൻസ്റ്റൻസ്, ഓക്കെ, ഇപ്പോൾ ഇതേപോലെ ഒരു പ്ലേസ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ആ പ്ലേസ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, എടാ എനിക്ക് അത് ആപ്റ്റ് ആയിട്ട് തോന്നുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ആപ്റ്റ്, ബിക്കോസ് ദാറ്റ് പ്ലേസ് ഇസ് സോ മച്ച്. അവിടെ 2 മണിക്കൂറാണ് ട്രാഫിക്കിൽ പോയത്. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ആൻസർ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത്, ഇതിപ്പോൾ ഞാനൊരു ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് തന്നത്. ഈവൻ ഇൻ യുവർ വർക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂസിലാണെങ്കിലും നിങ്ങൾ ആ ഒരു റെസ്പോൺസ് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് ദി ലിസണർ, ആ ലിസണർക്ക് അത് ഭയങ്കര ക്ലിയർ ആവും, നിങ്ങളെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ യു വിൽ ഹാവ് മോർ കോൺഫിഡൻസ് ടു പ്രസന്റ് യുവർ സെൽഫ്. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഐ സെഡ്, എടാ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് നോക്കാം. ബിക്കോസ് റീസൺ പറഞ്ഞു, ബിക്കോസ് ദറ്റ് പ്ലേസ് ഇസ് വെരി മച്ച് ക്രൗഡഡ്. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തു. ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്ന സമയത്ത്, എൻ്റെ ഫ്രണ്ട്സിനായിട്ട് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് 2 മണിക്കൂറാണ് ട്രാഫിക്കിൽ പോയത്. അതുകൊണ്ട് നമുക്ക് വേറെ പ്ലേസ് നോക്കാം. സോ ഇൻ ദാറ്റ്, ആ ഒരു ഒറ്റ 30 സെക്കൻഡ്സോ 20 സെക്കൻഡ്സിലോ ഐ ജസ്റ്റ് മെയ്ഡ് മൈ ആർഗ്യുമെന്റ് സോ ക്ലിയർ ദാറ്റ് ഐ ആം ക്ലിയർ അബൌട്ട് വാട്ട് ഐ സെഡ്. കുറേ സമയത്ത് ഈ മോക്ക് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തൊക്കെ സ്റ്റുഡൻസ് പറയുന്നത് എന്താണെന്ന് അവസാനത്തേക്ക് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് എന്താ, നിങ്ങൾ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്, യു നോ വാട്ട് യു ഹവ് സെഡ്, ആൻഡ് ദി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ ഞാൻ അറ്റാക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ടൈംസ് വൈ യു ഗെറ്റ് ആങ്ഷ്യസ് ഇസ് ബിക്കോസ് യു തിങ്ക് അബൌട്ട് ദ നമ്പർ ഓഫ് ആൾക്കാർ എത്ര, ഇവരൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഏത് രീതിയിലായിരിക്കും, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതുകൊണ്ടാണ് കൂടുതലും എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും ചോദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്നും ആഡ് ചെയ്യാനൊന്നും പറ്റാത്തത്. അപ്പോൾ ഇഫ് യുവർ റെസ്പോൺസ് ഇസ് സ്ട്രക്ചേർഡ്, ദെൻ ദ നമ്പർ ഓഫ് അറ്റാക്സ് ഭയങ്കര ലോ ആയിരിക്കും. കാരണം അവർക്ക് പിന്നെ പറയാനൊന്നുമില്ല, ആ ശരിയാണല്ലോ നമുക്ക് നോക്കാം, അങ്ങനെ എന്തെങ്കിലും പറയുള്ളൂ. ആൻഡ് നൗ ഇപ്പോൾ നമുക്ക്, ഞാൻ ഇതിൽ ജാഫർക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഐ എം നോട്ട് സെയിങ് ദറ്റ് ജാഫർക്ക് ടെൻസ്ഡ് ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനൊക്കെ നോക്കിയാൽ മതി. അവർക്കൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് കുറച്ചൊരു 2-3 ബ്രെത്ത് ഒക്കെ എടുത്ത് ഭയങ്കര കുറേ സമയം കഴിഞ്ഞിട്ട് അടുത്തത് പറയാം. അത് ഭയങ്കര ഓവറാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടു സ്പീക്ക് സ്ലോലി വിത്ത് പോസസ് ഇൻ ബിറ്റ്വീൻ, അത് ഭയങ്കരമായിട്ട് നമ്മളെ കാം ചെയ്യും. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബോഡി ടെക്നിക്കും കൂടിയാണ്, ഒരു ബോഡി മൂവ്മെന്റ് ടെക്നിക്ക് എന്ന് പറയും. കാരണം നമ്മൾ ബേജാറാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പേടി, നെർവസ്നെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ബോഡി എന്താ ചെയ്യാന്ന് അറിയാം, നമ്മൾ ബോഡി ഒരു സെൽഫ് ഡിഫെൻസ് മോഡിലോട്ട് പോകും. അതായത് മൊത്തത്തിലൊരു ഡിഫെൻസ് മോഡ്, ഞാനൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് പോകും. ആ മോഡിൽ എത്തുന്ന സമയത്താണ് നമ്മൾ മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബേജാറാവുന്ന സമയത്ത് അറിയില്ല, നമ്മൾ വിറയൽ വരുന്നത്, വയർക്കുന്നത്, ഇതൊക്കെ ആ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൽ എത്തുന്നതുകൊണ്ടാണ്. ഈ ഒരു അപ്പൊ ഈ വേജാർ എന്നുള്ളതിന്റെ അല്ലെങ്കിൽ നെർവസ്നെസ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കീ സംഭവമാണ് ഫാസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്നാവുക എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമയമില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ബേജാറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ആ ബ്രെയിൻ ഇസ് അക്കസ്റ്റം ടു തിങ്ക് ദാറ്റ് വെൻ എവർ യു ഡു തിങ്സ് ഫാസ്റ്റ്, നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കി വയ്ക്കാൻ ഹാർട്ട് ബീറ്റ് കൂട്ടും, നമ്മൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കൂട്ടും. കാരണം ബ്രെയിൻ തിങ്സ് ദാറ്റ് ഓക്കെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്പീക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് വെക്കാൻ മതി, നമ്മൾ പെട്ടെന്ന് അതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഫാസ്റ്റ് പേസ് ആക്കാൻ നോക്കും. പക്ഷേ ഈ ഫാസ്റ്റ് പേസ് ആക്കുമ്പോൾ എന്താ, നമുക്കുള്ളൊരു തിരിച്ചടിയാണ്. ഫാസ്റ്റ് പേസ് ആക്കുന്ന സമയത്ത് ബ്രെയിൻ വിൽ ബി ലൈക്ക് ഓക്കെ എന്തോ നടക്കുന്നുണ്ട്, വി ഹാവ് ടു ഗോ ഓൺ സെൽഫ് ഡിഫെൻസ് മോഡ്. അപ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആവും, ബേജാറാവും, വേർക്കും, എല്ലാം ഉണ്ടാവും. So, when you want to speak, speak slowly. Take your time, take your pause, സ്പീക്ക് സ്ലോലി. ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്, സത്യം പറയാലോ. ബിക്കോസ് ഞാൻ ഭയങ്കര ഫാസ്റ്റ് സ്പീക്കറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ സ്പീക്ക് സ്ലോലി എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് വർക്ക് ആവാറില്ല. പക്ഷെ പഠിച്ചു സഹായിച്ച് നെർവസ്നെസ് പ്രോബ്ലംസ് കുറവായതുകൊണ്ട് ഐ ക്യാൻ സ്പീക്ക് ഇൻ മൈ പേസ്. അപ്പോൾ ഇറ്റ് ഈസ് ടു ഫൈൻഡ് യുവർ പേസ്. ടു ബി ഓണസ്റ്റ്, ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് 0 ലെവൽ ഓഫ് നെർവസ്നെസ് അല്ലെങ്കിൽ തീരെ നെർവസ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സ്പീക്ക് ഇൻ യുവർ പേസ്. ബാക്കി ആൾക്ക് ദേ വിൽ ക്യാച്ച് അപ്പ് വിത്ത് യു. പക്ഷെ ഇഫ് യു തിങ്ക് ദറ്റ് യു ആർ നെർവസ്,
ഡു നോട്ട് സ്പീക്ക് ഫാസ്റ്റ്. കാരണം അത് കൂട്ടുക ചെയ്യുള്ളൂ. സ്പീക്ക് സ്ലോലി. ആ പോസ് എടുത്ത് ഇടയ്ക്കൊന്ന് ശ്വാസം എടുത്തിട്ട് കാര്യങ്ങൾ പറയുക. ഒരു ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ആ ഒരു പെട്ടെന്ന് റിപ്ലൈ കൊടുക്കരുത്. സമയം എടുത്തിട്ട് ഞാൻ ഒരു കുട്ടീനോട് ചോദിച്ചതായിരുന്നു, നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ല, നമുക്കൊന്ന് തോട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്യണം. അത് പറഞ്ഞാൽ മതി. ആ ഇൻ്റർവ്യൂ ബോർഡിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. ദേ നോ ദറ്റ് യു ആർ നെർവസ്. ദേ നോ ദറ്റ് ഓക്കെ നാലാൾക്കാർ വളഞ്ഞിട്ടിരിക്കുകയാണ്, നമ്മൾ ഒരാളെ അപ്പുറത്തുള്ളൂ, ആൾക്ക് സാധാരണയായിട്ട് പേടി ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇഫ് യു ആസ് ദെം ലെറ്റ് മീ ടേക്ക് എ മൊമെന്റ് ടു സ്ട്രക്ചർ മൈ തോട്ട്സ്, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പറ്റൂല, ഇപ്പൊ തന്നെ പറയണമെന്ന് പറയൂല. they'll give you that moment. They'll give you that moment to take ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് സ്ട്രക്ചർ ചെയ്ത്. IAS ഇൻ്റർവ്യൂസിൽ വരെ അങ്ങനെയാണ്. IAS ഇൻ്റർവ്യൂസിൽ ഒരു UPSC ഇൻ്റർവ്യൂസിൽ വരെ they give you the time to structure your thoughts and talk. Because we are all human beings at last, അല്ലേ? അപ്പോൾ that thing is there. So speak slowly വിത്ത് പോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറയുമ്പോൾ തന്നെ ഫുള്ള് ഫാമിലി ഹിസ്റ്ററി പറഞ്ഞിട്ട് അത് ഭയങ്കര സ്പീഡിൽ പറയുമ്പോൾ തന്നെ എന്തായി, ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ ഫുള്ള് നെർവസ് ആയി, BP ഹൈ ആയി, ഹാർട്ട് ബീറ്റ് കൂടുതലായി. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പം അതിന് പകരം മെല്ലെ സംസാരിച്ച് പേര്, പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, 3 അച്ചീവ്മെൻറ്റും പറഞ്ഞ് അവിടെ നിർത്തി പിന്നെ അതൊരു കമ്മ്യൂണിക്കേഷനായി ഹാൻഡിൽ ചെയ്യുക. ദിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്, യു വിൽ റിപ്ലൈ. ദിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്, യു വിൽ റിപ്ലൈ. അപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസിയർ ഫോർ യു, ട്രസ്റ്റ് മീ. അപ്പൊ ഇതിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടേഴ്സ് ഉണ്ട് കുറച്ച്. അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗിൽ നിങ്ങൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വെബിനാറിൽ ഇരിക്കുകയാണ്, യു വോണ്ട് സ്റ്റാർട്ട് സംതിങ്, യു വോണ്ട് റേസ് യുവർ ഹാൻഡ് ആൻഡ് ടെൽ സംതിങ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കുറച്ചൊരു നാല് സ്റ്റാർട്ടേഴ്സ് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. മേ ഐ ആഡ് സംതിങ്. അതായത് ഞാൻ ഇതിലോട്ട് എൻ്റെ പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യട്ടെ. ഇൻ മൈ എക്സ്പീരിയൻസ്, ഇൻ മൈ പെർസ്പെക്റ്റീവ്, ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഒരു സ്ഥലത്തോട്ട്. ബട്ട് ദെൻ ഇൻ മൈ എക്സ്പീരിയൻസ് വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ പോയപ്പോൾ അവിടെ പ്രശ്നമായിരുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് ഡു ദാറ്റ് അഗൈൻ. അപ്പം അങ്ങനെ ഒന്ന് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ഷെയർ എ തോട്ട്. എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ എടുത്തിട്ട് ഇൻ മൈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പ്, അതായത് പോയിന്റ്, റീസൺ, എക്സാമ്പിൾ, പോയിന്റ്, ആ ഒരു സംഭവം വെച്ചിട്ട് ഫ്രെയിം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇഫ് യു ഹാവ് ദ സ്ട്രക്ചേർഡ് ഇൻ യുവർ മൈൻഡ്, ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഫ് യു ടോക്കിംഗ് വിത്ത് എ കൊലീഗ്, ഇഫ് യു ടോക്കിംഗ് വിത്ത് ട്രൈങ് ടു നെറ്റ്വർക്ക് വിത്ത് എ പേഴ്സൺ, അതിലൊക്കെ ഇഫ് യു ഹാവ് ദ തോട്ട് സ്ട്രക്ചേർഡ് ഇൻ യുവർ മൈൻഡ്, യു ഹാവ് ദ ക്ലാരിറ്റി ഉള്ളിടത്തോളം യു ഡോണ്ട് ഹാവ് എനി സ്ട്രെസ് ഹോർമോൺസ് ഡിസ്റ്റർബിങ് യു. ആൻഡ് അൺലെസ് ആൻഡ് അവിടെ ആ സ്ട്രെസ് ഹോർമോൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ യു ഗെറ്റ് ടു സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ short and direct sentences, the power of three examples, 3 reasons, whatever, and PREP, and speaking slowly with pauses. So ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ആ ഒരു ഫസ്റ്റ് നിങ്ങളുടെ റേറ്റിംഗ് ഉണ്ടല്ലോ, കോൺഫിഡൻസ് റേറ്റിംഗ്, ആ കോൺഫിഡൻസ് റേറ്റിംഗ് 1, 2, 3 നിൽക്കാൻ കാരണം ഇസ് ബിക്കോസ് ഓഫ് ദ തോട്ട് വാട്ട് വിൽ അതർ പീപ്പിൾ തിങ്ക്. ആ തോട്ട് എന്തുകൊണ്ട്, ആ തോട്ട് ആക്ച്വലി നമ്മൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന്, നിങ്ങൾ രാഗേഷിനെ പറ്റി ആലോചിക്കാത്തോടത്തോളം ആ തോട്ടിൻ്റെ ആവശ്യമില്ല. എന്നാലും ആ തോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് you being anxious, mentally you're being anxious, scientifically you're being anxious, and ആ anxiousness നിങ്ങൾക്ക് വേണ്ടത് is clarity. Clarity is the antidote of anxiety. So ആ clarity വരുന്നത് എവിടുന്ന? It is with practice. And how can you practice? You can practice doing all of this. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് എൻ്റെ സ്റ്റുഡൻസിൽ 99 അല്ല, മോസ്റ്റ്ലി എല്ലാവർക്കും വർക്ക് ആയിട്ടുള്ള ഒരൊറ്റ എക്സസൈസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് 10 minutes സെൽഫ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെയ്യുമായിരിക്കും, മിററിൻ്റെ ഫ്രണ്ടിൽ പോയത് നമുക്കായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ വെക്കുന്നു, നമ്മളെ പറ്റി സംസാരിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മൾ നമ്മളെ ഡ്രീം കാർ ഓടിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുന്നു വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. സോ ആ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വാട്ട് എവർ സിനാരിയോ ദറ്റ് യു ആർ ക്രിയേറ്റിംഗ്, ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ദെൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഐ വുഡ് ടെൽ യു ടു ടോക്ക് ഫോർ 10 minutes അറ്റ്ലീസ്റ്റ് 10 minutes എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേം പോവും. നിങ്ങളോട് തന്നെ കഥ പറയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരാൾ കാണുമ്പോൾ എംബാരസ്ഡ് ആവേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ടോ, എന്നിട്ട് ടോക്ക് ടു യുവർ സെൽഫ്, ലുക്ക് ഇൻ ടു ദ മിറർ, ടെൽ യുവർ സെൽഫ് സ്റ്റോറീസ്. അന്ന് എന്താ ഉണ്ടായത്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളോട് പറയാൻ പറ്റാണ്ട് പോയ കാര്യങ്ങൾ പറയുക, വാട്ട് എവർ ഇറ്റ് ഇസ്, എക്സ്പ്ലെയിൻ യുവർ സെൽഫ് തിങ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഡു സം റാൻഡം ടോക്ക്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം
when you're talking to yourself, നമ്മുടെ ബ്രെയിനിന് അറിയില്ല ആക്ച്വലി ദറ്റ് യു ടോക്കിംഗ് ടു യുവർ സെൽഫ്. നമ്മുടെ ബ്രെയിനിന് വേറെ ഒരു സെൻസും കൂടെ ഉണ്ട്. എന്താ? ഇറ്റ് ഈസ് ഹിയറിംഗ് തിങ്സ്, റൈറ്റ്? അപ്പോൾ വെൻ യു ആർ ടോക്കിംഗ്, യുവർ ബ്രെയിൻ ഇസ് ആക്ച്വലി ഹിയറിംഗ് വാട്ട് യു ആർ ടോക്കിംഗ്. അപ്പോൾ അത് കരുതുന്ന നമ്മൾ ബ്രെയിൻ അത് ഒരു പ്രാക്ടീസ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് പ്രാക്ടീസ് ബിക്കോസ് ഇറ്റ് ഈസ് ഹിയറിംഗ് വൊക്കാബുലറി ഫ്രം യുവർ സൈഡ്, ഇറ്റ് ഈസ് ഹിയറിംഗ് സെൻറ്റൻസ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് ഹിയറിംഗ് വേർഡ്സ്. സോ പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് സൈറ്റിൽ പോയി നിന്ന് അതേ സെയിം സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഈസിയർ ബിക്കോസ് യു ഹവ് പ്രാക്ടീസ്ഡ്. ടൈപ്പിംഗ് പോലെ തന്നെ, അതായത് നിങ്ങൾ മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ആ ഒരു സംഭവം ഇപ്പോൾ ഒരാളെടുത്ത് ജസ്റ്റ് പോയിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം, ഹൗ ആർ യു എന്നുള്ളത് ചോദിക്കണം. അതൊരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് ഓക്കെ ആവുള്ളൂ. അല്ലാതെ ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് വരച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ബി ഓക്കെ വിത്ത് ഇറ്റ് ഫസ്റ്റ്, റൈറ്റ്? അപ്പോൾ ആ ഒരു ഓക്കേന്ന് നമ്മൾ ബ്രെയിനിന് കുറച്ചൊരു ടൈം കൊടുക്കുക, പ്രാക്ടീസ് കൊടുക്കുക. ആൻഡ് ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻഡ് ചെയ്യുന്ന സമയത്തോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ചില ആൾക്കാർ കരുതും, ഓ ഐ വെയിറ്റ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് മൊമെൻറ്റ് വെർ ഐ ക്യാൻ ഡു ദിസ്, വെർ ഐ ക്യാൻ ഡു ദാറ്റ് 10-minute ടോക്ക്. നോ, യു ക്യാൻ സ്റ്റാർട്ട് നൗ. കാരണം പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കില്ലറാണ്. ഇറ്റ് ആക്ച്വലി കിൽസ് എവറിത്തിങ്. യു മൈറ്റ് ഹാവ് ദാറ്റ് പോസ്റ്റ്. നമ്മളിൽ പലരും ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇടണം, ലിങ്ക്ഡിനിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട് ഒരു പോസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ്, ആ പോസ്റ്റിന് പറ്റിയ പെർഫെക്റ്റ് ക്യാപ്ഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിൽ വി ലൂസ് അവർ സെൽസ്, വി ലൂസ് അവർ ഒതൻറ്റിക് സെൽഫ്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ നോക്കുകയാണെങ്കിലും എല്ലാവരും പോസ്റ്റിൽ നോക്കുകയാണെങ്കിലും ഈവൻ വി ഓൾ യൂസ് ChatGPT ഫോർ റീഫ്രേസിങ് ആ ഒരു അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലേ? ലിങ്ക്ഡിൻ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും പോസ്റ്റിനും ഹൈഫൻ ഉണ്ട്, കറക്റ്റ് സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ്, കറക്റ്റ് സ്ഥലത്ത്. അപ്പോൾ ഐ മീൻ ഇംഗ്ലീഷ് ടീച്ചർ, റൈറ്റ്? സോ ഐ ആക്ച്വലി ക്യാച്ച് ദറ്റ് ഫാസ്റ്റ്. പെട്ടെന്ന് നോക്കുമ്പോൾ എപ്പോസ്ട്രഫി ഒക്കെ വരുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ തന്നെ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് നോട്ട് എൻ ഓതൻറ്റിക് റീഫ്രേസ്. അതൊരു AI റീഫ്രേസിങ് എലമെൻറ്റ് നമുക്ക് അതിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയിൽ ഇഫ് യു പോസ്റ്റ് സംതിങ് ഓൺ യുവർ ഓൺ, സത്യം പറയാലോ അതായിരിക്കും ചിലപ്പോൾ ഹ്യൂമൻസിന് മോർ കണക്റ്റ് ആവുക. കാരണം ഈ AI സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ കണ്ടിട്ട് കുറേ പേർക്ക് മടുത്തിട്ടുണ്ടാവും. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഇംപെർഫെക്റ്റ് പോസ്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. സോ വെൻ യു വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് മൊമെൻറ്റ് ഇറ്റ് ആക്ച്വലി കിൽസ് യുവർ ക്രിയേറ്റിവിറ്റി. റാദർ ഐ വുഡ് സേ പ്രാക്ടീസ്. ആൻഡ് വിത്ത് ദാറ്റ് പ്രാക്ടീസ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസറിൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ ബെറ്റ് റഫ് ഓൺ ഹിംസെൽഫ്. കാരണം ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്ററിൻ്റെ പേജ് എടുത്ത് നോക്കുകയാണ്, ആൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത വീഡിയോ വേഴ്സസ് ആളുടെ ഇപ്പോഴത്തെ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രാക്ടീസ് പ്ലേയിങ് ഇറ്റ്സ് സ്കിൽ ദെയർ. ആ പ്രാക്ടീസാണ് അവിടെ ആ ഒരു ആക്ട് നടത്തിയിട്ടുള്ളത്. Practice is what made that difference. Our 0 to 100 difference that you're now seeing is made by practice. അതിനി അടുത്ത വർഷം 0 to 200 ആവുകയുള്ളൂ. കാരണം he is practicing more. കൂടുതൽ എഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ആപ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ടൂൾസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ പ്രാക്ടീസ് ആക്ച്വലി മേക്സ് യുവർ സ്കിൽസ് പെർഫെക്റ്റ്. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ പെർഫെക്ഷനിസം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് any of us would be doing anything at all. So yeah, so that's it. And I hope ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആക്ഷനബിൾ സ്റ്റെപ്സ് യു ബീങ് ഏബിൾ ടു ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ പ്രാക്ടീസ്, ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ ലൈഫ്, ആൻഡ് യു ബീങ് ഏബിൾ ടു എന്താ കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ വിത്ത് ദോസ് ടിപ്സ് ആൻഡ് ഹാക്സ്. ആൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് രാകേഷിനെ മറക്കരുത്. നിങ്ങൾ ആരും രാകേഷ് വെബിനാറിൽ പറഞ്ഞതും ആൾ തെറ്റുത്തരം പറഞ്ഞത് ആലോചിച്ച് നിങ്ങൾ ആരും ചിരിക്കുന്നില്ല. നിങ്ങൾ രാകേഷിനെ മറന്നു പോകും ആ വെബിനാറൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് പണ്ട് എപ്പോഴെങ്കിലും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ ബോർഡിൽ തെറ്റുത്തരം എഴുതിയത് ഞാൻ എടുത്ത് പറഞ്ഞതിന് ആൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മൈൻഡിൽ കുറേ കാലം, ഞാൻ ഒരു മാസ്റ്റേഴ്സൊക്കെ എത്തുന്നത് വരെയൊക്കെ എൻ്റെ മനസ്സിലത് കിടന്നിട്ടുണ്ട്. എന്താ ഞാൻ അങ്ങനെ കൈ പൊന്തിച്ചിട്ട് വേറൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ വരെ എനിക്ക് ആ തോട്ടൊക്കെ പോയിട്ടുണ്ട്. ബട്ട് ദെൻ ഐ വുഡ് സേ ടു നോട്ട് കോംപ്രമൈസ് യുവർ ഗ്രോത്ത് ഫോർ അന്ന് പണ്ട് നടന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് മൈൻഡിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ബിക്കോസ് അവർക്കൊന്നും ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർക്കൊന്നും ഇത് ഓർമ്മ ഉണ്ടാവില്ല. ഓ അന്ന് റുമൈസാനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു, അവളൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഓർമ്മയുണ്ട്, അത് എനിക്ക് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മറന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലേ? സോ ഇഫ് യു have something like that pulling your leg, അതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക, forget ചെയ്യുക, and start talking with people. Yeah, thank you so much.
ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഞാൻ ഓഡിബിൾ ആണോ? ഹലോ. യെസ് കരൺ, യു ആർ ഓഡിബിൾ. യാ. ആക്ച്വലി ഞാൻ എന്നെ സോറി. അറിയാണ്ട് മ്യൂട്ട് ആക്കി, പിന്നെ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാ ഉണ്ടായത്. ഓക്കെ ഫൈൻ. ഇപ്പോ നമ്മുടെ മെമ്പേഴ്സ് കുറെ നേരമായിട്ടെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോ സെഷൻ അവർക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളുടെ ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ഇന്ന് യൂട്യൂബിൽ പോകുന്നുണ്ട്. സോ അതാണ് ഒരു ചെറിയൊരു ലാഗ് എല്ലാത്തിലും വരുന്നത്. സോ ഐ തിങ്ക് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ മോഡറേറ്റേഴ്സിലും ചെറിയ വ്യത്യാസം ഇന്ന് വന്നിട്ടുണ്ട്. ഈ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എനിത്തിങ് നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിറ്റിയിൽ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ പേടി മാറുക. ഓക്കെ. ആൻഡ് ഐ ടു ഹാവ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ ഒരു സമയത്ത് സ്കൂളിൽ പ്ലഡ്ജ് പറഞ്ഞ് തെറ്റിക്കുകയും ആ തെറ്റ് ഏറ്റു പറയാൻ 120ഓളം പേര് എന്റെ ഫ്രണ്ടിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സോ ഞാൻ ഗിൽറ്റി ആയി. പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ 120 പേർക്കും സ്ഥിരം പറയുന്ന കാര്യം അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്നത്. ബട്ട് ഈ പറഞ്ഞവരാർക്കും, മീൻസ് എന്റെ ഓപ്പോസിറ്റ് നിന്ന ആർക്കും അതിപ്പം ഓർമ്മ കാണില്ല. ലൈക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഓർമ്മയുണ്ടെങ്കിലും അത് പറയുമ്പം റിക്കളക്ട് ചെയ്യുക മാത്രമായിരിക്കും. സോ അന്ന് മുതലാണ് എനിക്ക് സംസാരിക്കാൻ സാധിച്ചത്. ആൻഡ് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ അനുഭവമോ ഡൗട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സെഷനിൽ ചോദിക്കാം. ഓപ്പൺ ചെയ്യുക. മൈക്ക് എനേബിൾ ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. Hi, Rumaiza. Am I able? യെസ് യെസ്, ഐ കൻ ഹിയർ യു. ഓക്കെ. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഓക്കെ. സോ എനിക്ക് ഒരു ഡൗട്ട് അല്ല, എൻ്റെ തന്നെ ഒരു സ്വന്തം ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു അഭിപ്രായം ഓഫ് ചോദിക്കാനാണ്. കോഴ്സ്. ആക്ച്വലി ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. പൊതുവെ ഈ സ്റ്റേജ് കാര്യങ്ങൾ ആളുകളെ കാണുമ്പോഴുള്ള എല്ലാം ഒരു ഫിയർ ഫിയർ ആണോ അതോ ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയാണോ, എനിക്ക് ഇപ്പോൾ അത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത്. സോ ഒരു ഇൻട്രോവേർട്ടായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ഫ്യൂച്ചറിൽ എന്നെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണോ? മിഡിൽ വേർഷൻ വരുന്നത്, വി ഹാവ് ആംബിവേർട്ട്. ഇതൊക്കെ ടേംസ് വർ ക്രിയേറ്റഡ് ആഫ്റ്റർ പീപ്പിൾ, അല്ലാണ്ട് ആദ്യം തന്നെ എന്താ ആൾക്കാർ ഇങ്ങനെയായിരുന്നു എന്നല്ല. ആ ഒരു ഓക്കെ, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, അപ്പൊ അവർക്കൊരു പേര് കൊടുത്തേക്കാം എക്സ്ട്രോവേർട്ട്, അപ്പൊ അങ്ങനെ ലേബിൾ ചെയ്യപ്പെട്ടതാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ ഞാൻ ഹാരിസ് ഇൻട്രോവേർട്ട് ആണ്. comes up, അല്ലെങ്കിൽ when their job comes up, അല്ലെങ്കിൽ when a relationship comes up, അങ്ങനൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഓക്കെ എനിക്ക് അതെന്തായാലും ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു തോട്ടിലോട്ട് പോകുന്നത്. വൺസ് ദാറ്റ് ഹിറ്റ്സ് യു, ഐ എം ഷുവർ ദറ്റ് യു വിൽ ഓൾസോ സ്റ്റാർട്ട് ടോക്കിംഗ്.
and you will also start creating relationships just like that. Okay, thank you so much.